എല്ലാവർക്കും നമസ്കാരം. വാസ്തു അനുസരിച്ച് കലണ്ടർ വീട്ടിൽ ശരിയായി വെക്കുന്നത് ശുഭപ്രദമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും നന്മയും കൊണ്ടുവരാനാവും. ഇത് എങ്ങനെ വെക്കാമെന്ന്, എവിടെ വെക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ന്യൂ ഇയർ കലണ്ടർ സ്ഥാപിക്കുന്നതിനുള്ള ശുഭദിനം ആൻഡ് ശുഭ ടൈം ഏതൊക്കെയെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഐശ്വര്യത്തിനായി ഒരു പുതുവർഷ കലണ്ടർ സ്ഥാപിക്കുന്നതിനുള്ള വാസ്തു ടിപ്പുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ പോകുന്നത്. അപ്പോൾ കലണ്ടർ ഏത് ദിശയിലാണ് നിങ്ങൾക്ക് ഫലപ്രദമാകുന്നതെന്നും ഏത് ദിശയിൽ നിങ്ങൾക്ക് വെക്കാൻ പാടില്ല എന്നും ഉള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എൻ്റെ വരെ കാണണം. ആദ്യമായിട്ട് വെസ്റ്റ്, പടിഞ്ഞാറ് ദിശ ഒഴുക്കിൻ്റെ ദിശയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് വായുകോണാണ്. അപ്പോൾ വാസ്തുപ്രകാരം വായുകോണിൽ, അതായത് വെസ്റ്റ് പടിഞ്ഞാറ് ദിശയിൽ വെക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. അടുത്തത് വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ് കോർണർ. കലണ്ടർ വടക്ക് കിഴക്ക് ദിശയിൽ വെക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇത് പോസിറ്റീവ് എനർജിയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് കുബേരമൂലയായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്, നോർത്ത്. കലണ്ടർ ഈ ദിശയിലിട്ടാലും സമൃദ്ധിയും ധനവും പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കിഴക്ക് ദിശ വിജയം, സമാധാനം എന്നിവയ്ക്ക് ഈ ദിശ അനുയോജ്യമാണ്. അതുകൊണ്ട് കിഴക്ക് ദിശയിലും നിങ്ങൾക്ക് കലണ്ടർ ഇടാവുന്നതാണ്. ഇനിയും ഏത് ദിശയിൽ നമുക്ക് കലണ്ടർ സ്ഥാപിക്കുവാൻ പാടുള്ളതല്ല, അതാണ് തെക്ക് പടിഞ്ഞാറ്, അതായത് സൗത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾ കലണ്ടർ വെച്ചാൽ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ കോർണറിൽ ഒരിക്കലും കലണ്ടർ ഇടാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ തെക്ക് ഭാഗം, സൗത്തും സൗത്ത് വെസ്റ്റും, അപ്പോൾ ഈ ഭാഗം ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. അത് നിങ്ങളെ നെഗറ്റീവ് എനർജിക്ക് കാരണമായേക്കാം നിങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ പൊതുവായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം. കലണ്ടർ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ പഴയ കലണ്ടർ വീടിനുള്ളിൽ സൂക്ഷിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കലണ്ടർ വയ്ക്കുമ്പോൾ കലണ്ടർ ശൂന്യമാകരുത്. എന്ന് പറഞ്ഞാൽ കലണ്ടറിൽ ധനസമ്പത്ത്, പ്രകൃതി, നിങ്ങളുടെ ക്ഷേത്രമല്ലെങ്കിൽ നിങ്ങളുടെ വേറെ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉള്ളത് വളരെ നല്ലതായിരിക്കും. പിന്നുള്ളത് ശരിയായ ഉയരം. കലണ്ടർ മുറിയുടെ ഞാൻ പറഞ്ഞില്ലേ, വെസ്റ്റോ കിഴക്കോ നോർത്തോ, ഇവിടെ നിങ്ങൾ വീടിൻ്റെ ഭിത്തിയിൽ തൂക്കുന്നതാണ് ഏറ്റവും നല്ല. വാളിൽ തൂക്കുക. അപ്പോൾ അത് നിങ്ങളുടെ തലയുടെ ഉയരം അനുസരിച്ച്, അപ്പോൾ അതിന് മേലോ അതിനോ കുറേ താഴെയോ വെക്കാതിരിക്കുക. കലണ്ടർ നിലത്ത് വെക്കാതിരിക്കുക. പിന്നെ വീടിൻ്റെ വാതിലിന് പിന്നിൽ ചിലരൊക്കെ ഇടാറുണ്ട്. അത് ഒരിക്കലും ഇടാതിരിക്കുക. വീടിൻ്റെ പ്രധാന വാതിലിന് സമീപം വയ്ക്കാതിരിക്കുക. കാരണം ഇത് കുടുംബാംഗങ്ങളുടെ പുരോഗതിക്ക് തടസ്സമാകും. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് ഇടാതിരിക്കുക. പിന്നെ ജനലിൻ്റെ അരികിലോ വെക്കാതിരിക്കുക. ജനലിൻ്റെ അരികിലൊക്കെ വെക്കുമ്പോഴത്തേക്കും പുറത്തുനിന്നിങ്ങനെ കാറ്റ് കൊണ്ട് കലണ്ടർ ഇങ്ങനെ ഇളകാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പഴയ കലണ്ടർ കിടക്കുന്നു, അതിൻ്റെ മുകളിൽ തന്നെ പുതിയ കലണ്ടർ കൊണ്ട് ഇടാറുണ്ട്, അല്ലേ? അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ പുതിയ കലണ്ടർ സ്ഥാപിച്ചതിന് ശേഷം പഴയ കലണ്ടർ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ്. അത് വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യാൻ പാടുള്ളതല്ല. ഇത് വാസ്തുദോഷത്തിനും ആരോഗ്യത്തെ ദോഷകരമായും സാധിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ പുരോഗതിയെയും ഇത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് പഴയ കലണ്ടർ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. പുതിയ കലണ്ടർ സ്ഥാപിച്ചതിന് ശേഷം പഴയ കലണ്ടർ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കത് കത്തിച്ചു കളയുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ പുതിയ കലണ്ടർ നിങ്ങൾക്ക് സ്ഥാപിക്കുന്നതിനുള്ള സമയം ബുധനാഴ്ച, വെനസ്ഡേ, ജനുവരി 1-ാം തീയതിയാണ്. ഇപ്പോൾ ബുധനാഴ്ച രാവിലെ 11:10-നും 12:30-നും ഇടയ്ക്കായിട്ട് പുതിയ കലണ്ടർ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയെല്ലാമാണ് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ദയവായി ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻ്റ് ഇടാനും മറക്കണ്ട.
ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതിയൊരു നല്ല വർഷത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എല്ലാ നന്മകളും ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ.